ഹായ് മക്കളെ, അമീൻ സാറാണ്. ഫൈസൽ സാറാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു പുതിയൊരു അതിഥിന്റെ അടുത്തേക്ക് വന്നതാണ്. കുറച്ച് സമയം വൈകിട്ടുണ്ടെങ്കിലും ആളുകളെ പവർഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. ആരാണെന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കണല്ലോ. എന്താ ഇവരുടെ പ്രത്യേകത എന്താ? ഒറ്റ കാര്യമുള്ളൂ, കഴിഞ്ഞ വർഷത്തെ അത് 2020 NMS എക്സാമില് കേരളത്തിലെ ഫസ്റ്റ് റാങ്ക് നേടിയിരിക്കുന്നത് ഒരു വനിതയാണ്. അല്ലെങ്കിൽ നമ്മളെ സ്വന്തം മോളാണ്. നമ്മളെ ബ്രഹ്മോസ് ബാച്ചിൽ പഠിച്ച് അതും ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ബ്രഹ്മോസ് ബാച്ചിൽ പഠിച്ചിട്ട് ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുകയാണ്. 180-ന് 167 മാർക്കാണ് 13 മാർക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ ടോട്ടൽ ആയിട്ട്. 2 പേപ്പർ ഉണ്ട്, മാറ്റ് ഉണ്ട്, സാറ്റ് ഉണ്ട്. 13 മാർക്ക് മാത്രമാണ് മോക്ക് പോയിരിക്കുന്നത്. നമുക്ക് മോളെ വിശേഷങ്ങൾ കടന്നു നോക്കാം. എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ഈ പോക്കിൽ? സൈലം എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്, അമീൻ സാർ എത്ര സഹായിച്ചിട്ടുണ്ട് ഒക്കെ നമുക്ക് അതാണ് ഉറപ്പിച്ച് പറയാലോ. നമുക്ക് നോക്കാം. എന്തായാലും ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താ അറിയോ, ഞങ്ങള് വിളിച്ച സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്തു, സാറെ ക്ലാസ് കാണാറുണ്ട്, ബ്രഹ്മോസ് ബാച്ചിലുണ്ട് പറഞ്ഞാൽ വളരെ സന്തോഷമായി. ഇതുപോലെ ഒരുപാട് മക്കൾ കിട്ടും. 141, 142, 162, ഒരുപാട് 66. എന്നാലും ഫസ്റ്റ് റാങ്കിന്റെ ഞങ്ങൾ വന്നിട്ടുണ്ട്. ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നത്. നമുക്ക് എന്താ അവളെ പരിചയപ്പെടാം. ഇതമോളെ, നമുക്ക് ആദ്യം എന്റെ പേര് ഞാൻ പറഞ്ഞെടുത്തു, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, അതേപോലെ എവിടെയാണ് സ്ഥലം, ഉപ്പാന്റെ പേരെന്താണ് ഒക്കെ പറഞ്ഞു. ഞാൻ VVMHSS മാറാക്കര സ്കൂളിലാണ് പഠിക്കുന്നത്. എന്റെ വീട് മാറാക്കരയാണ്. ഉപ്പാന്റെ പേര് മുഹമ്മദ് മുസ്തഫ. സീനത്ത് മുഹമ്മദ്. 2 ഏട്ടത്തി, 2 അനിയത്തിമാർ, ഒരു ഏട്ടത്തി, ഒരു അനിയത്തി, 2 സിസ്റ്റേഴ്സ്, പിന്നെ ഒരു അനിയനുണ്ട്. 2 ആളുകൾ ഉണ്ട് കേട്ടോ, അവിടെ ഇരിക്കുന്നുണ്ട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു സൈലത്തിന്റെ കൂടെ ഈ NMS പ്രിപ്പയർ ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു പറയാൻ പറ്റും? സൈലത്തിന് ബോറടിക്കാതെയാണ് ഫുള്ള് ക്ലാസ്സും കാണാൻ പറ്റുക. അടിപൊളിയായിട്ട് ക്ലാസ് കണ്ടു. എങ്ങനെ സൈലത്തെ കുറിച്ച് അറിഞ്ഞു, ബ്രഹ്മോസ് ബാച്ചിനെ കുറിച്ച് ആദ്യമായിട്ട് എങ്ങനെ അറിഞ്ഞു? യൂട്യൂബില് വീഡിയോ കണ്ടിരുന്നു, ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്ത് ക്ലാസ് കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? ആരൊക്കെ സപ്പോർട്ട് ചെയ്തു? ഇത് NMS പോണ സമയത്ത് ആരൊക്കെയാണ് ഈ വാങ്ങണം, നമുക്ക് എന്തായാലും കിട്ടും, അങ്ങനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആരാ? പാരന്റ്സ്, ടീച്ചേഴ്സ്, എല്ലാവരും. ടീച്ചേഴ്സ് ഏറ്റവും വലിയ സപ്പോർട്ട് ഉമ്മയാണോ ഉപ്പയാണോ? NMS കിട്ടുന്നുള്ള ഉറപ്പാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നുള്ള ഉറപ്പിച്ചിരുന്നു. ഒരു ഏകദേശം എത്ര മാർക്കായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്? 165 ആയിരുന്നു. 167 കൂടിയിരിക്കുകയാണെന്നാണ് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ചില്ലറ കാര്യമല്ല, കാരണം ഇത്രയും മക്കൾ എക്സാം എഴുതുന്നതിന് ആകെ 3350 മക്കളായിട്ട് സെലക്ട് ചെയ്തു. അതില് ഏറ്റവും കൂടുതൽ ടൈറ്റ് വന്നത് മലപ്പുറം ജില്ലയിലാണ്. ആ മലപ്പുറം ജില്ലയിൽ 1ാം റാങ്ക് കേരളത്തിലെ 1ാം റാങ്ക് ആയിട്ട് വന്നിരിക്കുകയാണ്. സോ അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും ഇഷ്ടം ഏത് സബ്ജക്ട് പഠിക്കാനാണ്? മാത്സ് ആണ് ഏറ്റവും ഇഷ്ടം. മാത്സിൽ ഞാൻ വെറുതെ ചോദിക്കാണ്, മാത്സിൽ ഒരുപാട് സാർമാരുണ്ട്. ഷാഹിദ് സാർ ഉണ്ട്, VJR സാർ ഉണ്ട്, AD സാർ ഉണ്ട്, ഒരുപാട് സാർ ഉണ്ട്. എല്ലാവരും ഇഷ്ടമാണ്. അതിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും കൂടുതൽ ക്ലാസ് കണ്ടത് ഏത് സാറിനാണ്? ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താ അറിയോ, നേരത്തെ വന്നപ്പോ ഞങ്ങളുടെ ആദ്യം തന്നെ വന്നിട്ട് അറിയാം സാറേ വീഡിയോ കോൾ ചെയ്യാൻ. സോ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്. എന്റെ ചോദ്യം അടുത്തത്, എന്താണ് നെക്സ്റ്റ് പ്ലാൻ? ഇനി 8ാം ക്ലാസ്സിലാണ്, ഇനി 9 കഴിഞ്ഞ് 10 കഴിഞ്ഞിട്ട് എന്താവാനാണ് ആഗ്രഹം? എവിടെ, ഏത് കോളേജിൽ തീരുമാനിച്ചാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഏത് സ്ട്രീമാണ് തീരുമാനിച്ചത്? ചിലപ്പോ അതുകൊണ്ടാവും ചില മക്കൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നില്ലെങ്കിലും നമ്മളൊക്കെ പ്ലാൻ ആക്കും. ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ സെറ്റ് ആക്കാൻ വേണ്ടിട്ട് പോവാണ് അല്ലേ? അപ്പം ഇവർക്ക് എന്താ പറയാ, ഈ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ച് എന്താ നോക്ക് പറയാനുള്ളത്? കുറെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു, പക്ഷെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അതാ വല്ലാത്തൊരു എക്സ്പീരിയൻസ്. സംഭവം ഇത്രയുള്ളൂ. ഞമ്മള് വരുന്ന സമയത്ത് അവിടെ ഇടിമിന്നലാണ് കറണ്ട്. അപ്പൊ തൊട്ടപ്പുറത്താണ് മാമന്റെ വീട് അല്ലെ, തറവാട് വീടുണ്ട്. തറവാട്ട് വീട്ട് പറഞ്ഞത് ഞങ്ങൾ ഒരാളല്ല വന്നത്, ഒരു സഭക്ക് ആൾക്കാര് ഇവിടെ മൊത്തം ഉണ്ട്. ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ വന്ന് ഭയങ്കര എൻജോയ് ചെയ്തു. സഭക്കുള്ള ആൾക്കാരൊന്ന് കാണിച്ചു. യെസ്, ഓരോരുത്തരുണ്ട്. ഞാൻ ഓരോരുത്തരും നിഞ്ച ബാച്ചിലും അതേപോലെ നമ്മളെ ഇവിടൊക്കെ പഠിച്ചാണ്. ഞാൻ ആദ്യം ഒരിക്കലും പരിചയപ്പെടുത്തി തരാം. യെസ്, അപ്പം ഇത് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇനി വരാൻ പോകുന്ന NMS മക്കളോട് എന്താ പറയാനുള്ളത്? സൈലത്തിന്റെ ക്ലാസ് കണ്ട് നന്നായി പഠിക്കുക, റിവൈസ് ചെയ്യാൻ ഉപകാരപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അതില് പോളറ്റാക്ക് എന്ന് പറഞ്ഞ സാധനം കഴിച്ചിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? കോമ്പറ്റീഷൻ ലെവല് അത്രയും മനസ്സിലാക്കാനും നല്ല അടിപൊളി സാധനമാണ്. നമ്മളെ ബ്രഹ്മോസ് ബാച്ചിന്റെ മാത്രം ഫീച്ചറാണ്. അഥവാ കേരളത്തിലെ എല്ലാ മക്കളോടും കിസ് കോമ്പറ്റീഷൻ നടത്തുന്ന സംഭവമാണ് ഈ പോളറ്റാക്ക് എന്ന് പറഞ്ഞ സാധനം. സോ അതൊക്കെ കളിച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ ബാച്ചിലെ, നമ്മളെ ഫ്രീ ബാച്ച് കൊടുത്ത ബ്രഹ്മോസ് ബാച്ചിലെ മോളാണ് നിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
വളരെ സന്തോഷം, അടിപൊളിയായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ ഓളെ ഫാമിലിയിലുള്ള ബാക്കിയുള്ള ആൾക്കാരെ പരിചയപ്പെട്ടാൽ ഇത് ഓളെ അനിയത്തി കേട്ടോ, സ്വന്തം അനിയത്തിയ. പേര് പറഞ്ഞേ? ദിയ. എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? 7ക്ക്. അപ്പൊ അടുത്ത USS നേടണല്ലേ? നിർബന്ധം നേടൂലേ? നേടും. നമുക്ക് എന്തായാലും US ധ്രുവ ബാച്ച് എന്ന ബാച്ച് ഉണ്ട്, അതിൽ സെറ്റ് ആക്കണം. സോ താത്തയുടെ വിളിച്ച് തോന്നില്ലേ? താത്ത കൂടി വാ. ഓക്കെ. അതേപോലെ അവളെ കസിനാണ്, പേര് പറയാ? നെജില വന്നപ്പോ ആദ്യം എന്നെ എന്ത് ചെയ്തറിയോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നേരെ പോയിട്ട് ആരെടുത്ത് ഓടുന്നറിയോ? നമ്മളുടെ ഫൈസൽ സാർ എടുത്ത്. സാർക്ക് ഞാൻ ഡൗട്ടൊക്കെ ചോദിച്ചു, സാർക്ക് ഡൗട്ടൊക്കെ പറഞ്ഞു മനസ്സിലായെന്ന് വെച്ചു. സൈലം എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എത്രാം ക്ലാസ് മുതലാ സൈലം കാണാൻ തുടങ്ങി? 8ാം ക്ലാസ്. ഇപ്പൊ എത്രാം ക്ലാസ്സിലാ? +2. 8, 9, 10, +1, +2. അത് എത്ര കൊല്ലം? ഏകദേശം 5 കൊല്ലമായിട്ട് സൈലത്തിന്റെ ഫാനായിട്ട് മാറി കുട്ടിയാണ്. എങ്ങനെയുണ്ട് സൈലത്തിലെ ക്ലാസ്, ടീച്ചേഴ്സിന്റെ വൈബ് എങ്ങനെ, അതേപോലെ ക്ലാസ് മനസ്സിലാവോ, എങ്ങനെയൊക്കെയാണ് മൊത്തം പറഞ്ഞു? അടിപൊളിയാണ് ക്ലാസ്. എങ്ങനെയാ വെച്ചാല് ഞാൻ ബാച്ചിക്ക് ജോയിൻ ചെയ്തപ്പോ ഓരോ ടോപ്പിക്ക് ഓരോ മണിക്കൂർ കണക്കിലാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോ ഹ്യൂമാനിറ്റീസിനാണ്, അതിന് ഫൂഫു സാർക്ക് വിളിച്ചിട്ട് ചോദിച്ചു ഇവിടെ ട്യൂഷൻ ഉണ്ടോന്ന്. അപ്പൊ ട്യൂഷൻ ഇല്ല, നിവൃത്തിയോട് കൊണ്ട് എജുപോർട്ടിൽ ഞാൻ ജോയിൻ ചെയ്യേണ്ടി വന്നു. അവരെ ക്ലാസ് വെച്ച് അപേക്ഷിക്കുമ്പോൾ മിസ് ചെയ്യാണ് സാർമാരെ ക്ലാസ്സും ആയിക്കോട്ടെ, ഇപ്പൊ SS ആയിക്കോട്ടെ, എല്ലാ വിഷയങ്ങളായിക്കോട്ടെ മിസ് ചെയ്യാണ്. കാരണം മണിക്കൂർ കണക്കിനാണ് നമുക്ക്. ഇനിയിപ്പോ എൻജോയ്മെന്റിനാണെങ്കിലും ഫണ്ണായിട്ടാണ് ഓരോ സാർമാര് ഇൻട്രോ വരെ എടുക്കുന്നത്. SS വേറെ ഒരു സാറും കൂടെ ഉണ്ട്, ഇൻട്രോ വരെ അടിപൊളിയായിട്ടാണ് എടുക്കണം. പിന്നെ മാത്സ് ആയിക്കോട്ടെ, എല്ലാ സബ്ജക്റ്റ് ആയിക്കോട്ടെ, മൃദുല മിസ് ഒക്കെ നമുക്ക്. നമ്മളെ സൈലത്തിലെ ഏതൊക്കെ ടീച്ചേഴ്സിന്റെ പേരാണ്? AD സാറ്, VJ സാറ്, ഫൈസൽ സാറ്, അമീൻ സാറ്, ഫൂഫു സാറ്, എല്ലാ ടീച്ചേഴ്സിനും എല്ലാരും ക്ലാസ് കാണാറുണ്ടോ? എല്ലാരോടും എന്താ പറയാനുള്ളത്? വരാൻ പറയും, ഇങ്ങോട്ട് വരാൻ പറയും. എന്തായാലും നമ്മള് രാജേശ്വരം മറക്കരുത്. അവ എല്ലാവരും എനിക്ക് പരിചയമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടല്ലേ, ഞങ്ങൾ ഇവിടെ ഒരാളെ ഇന്റർവ്യൂ എടുക്കാൻ വന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, ഞങ്ങൾ ഒരാളല്ല, ഞങ്ങൾ എല്ലാവരും എടുക്കും. ഇനി 9ാം ക്ലാസ്സിൽ പോകുന്നതാണ്, അവരുടെ കസിനാണ്. അടുത്ത് 6ാം ക്ലാസ്സിൽ 6ലാണ്, ഇനി 7ലേക്കാണ്. ഇതിൽ ഒരുമിച്ചുള്ളതാണ്. സോ ഒരു അനിയുണ്ട്, ഡോൺ. വാ വേഗം 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 വാ, പേര് പറഞ്ഞു വേഗം വേഗം വാ. ഹായ് ഗൈസ്, ഹലോ ഗൈസ്, എന്താണ് പേര്? സുബാൻ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? സൈലത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നോ? ഇല്ല, ഇപ്പൊ സൈലത്തിൽ ക്ലാസ് ഇല്ല കേട്ടോ, നമ്മൾ വലുതാകുമ്പോ ചേരാം കേട്ടോ. സോ ഇതാണ് നമ്മളുടെ സ്വന്തം നിതന്റെ ഫാമിലി എന്ന് പറഞ്ഞെങ്കിൽ ഉപ്പയൊക്കെ, ഉപ്പ ഗൾഫിലാണ്, ഉമ്മ അവിടെ ഉണ്ട്, ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം ഓൾ ദ ബെസ്റ്റ്. ഇനി വരാൻ പോകുന്ന മക്കൾക്ക് ഒരു വിശ്വസ് കൊടുക്കുക, എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചാൽ മാർക്ക് കിട്ടും, ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഒക്കെ നന്നായി ചെയ്ത് സൈലത്തിന്റെ ക്ലാസ് ഒക്കെ കണ്ട് റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എല്ലാവരോടും ഇതേപോലെ നിതനെ പോലെ ഒരുപാട് നിതന്മാർ ഉണ്ടാവട്ടെ. അടുത്ത ബാച്ചിലെ ആൾക്കാർക്കൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ആണ്. അവൾ എന്ത് ചെയ്തു, സെറ്റാക്കി പഠിച്ചു. അവള് ചെയ്തപ്പോൾ ഇട്ട കാര്യമുള്ളൂ. അവള് പഠിച്ചപ്പോൾ അവൾ എന്ത് ചെയ്തു, സാധാരണ ആരും അറിയിക്കാത്ത രീതിയിൽ അവള് മാർക്ക് ഇത്രയാണെന്നൊക്കെ പറഞ്ഞത് കൃത്യമായിട്ട് മാറ്റി. എല്ലാ ഇതും കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസും, ഒരുപാട് എക്സാമുകൾ സൈലത്തിന് മാത്രമല്ല ബാക്കിയുള്ള പലതിന്റെ എക്സാമുകൾ എന്ത് ചെയ്ത് എഴുതിയിട്ടുണ്ട്, എല്ലാം അറ്റൻഡ് ചെയ്തു, എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതേപോലെ ആവാ, അടിപൊളിയാവാ. ഒരൊറ്റ ഉറപ്പ് പറഞ്ഞിരുന്നു, നിങ്ങൾ സൈലത്തിന്റെ കൂടെ വരികയാണെങ്കിൽ പെടുവോ? ഉറപ്പാണ്, ഏറ്റവും നല്ല റാങ്ക് വാങ്ങാൻ പറ്റും. അപ്പൊ കൺഗ്രാജുലേഷൻ, കേരള ഫസ്റ്റ് റാങ്ക് ആണ് നമ്മുടെ ബ്രഹ്മോസ് ബാച്ചിലുള്ളത്. അപ്പം എല്ലാവരും ഒരു ഓൾ ദി ബെസ്റ്റ് എടുത്താൽ നമുക്ക് 3, 2, 1. അപ്പൊ എല്ലാവരും അടിപൊളിയായി പഠിക്കുക. ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നമുക്ക് അടിപൊളിയാക്കണം. സോ ഓൾ ദി ബെസ്റ്റ്.